നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 10th ലെവൽ പ്രിലിംസിന്റെ റിസൾട്ട് കുറച്ച് നീളം എന്നൊരു വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ 10th ലെവൽ പ്രിലിംസിന്റെ റിസൾട്ട് ഓഗസ്റ്റ് പകുതിയോടെയാണ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ചോദ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ച് മാർക്ക് സമീകരിച്ച ശേഷം, അതായത് ഒരു നോർമലൈസ് ചെയ്ത ശേഷം ജില്ലാ തലത്തിൽ പ്രാഥമിക പരീക്ഷയ്ക്ക് പ്രത്യേകം കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ച് അതില് സംഭരണക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കി ഒരു ഏകീകൃത പട്ടികയാണ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ ഇതിന് കുറച്ചും കൂടി സമയം വേണം എന്നതിനാൽ ഇതിന്റെ റിസൾട്ട് ഓഗസ്റ്റ് മാസം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ 10th ലെവൽ പ്രിലിംസ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 15 കഴിഞ്ഞോ അല്ലെങ്കിൽ സെപ്റ്റംബർ അവസാനമോ ഒക്ടോബർ ആദ്യമോ ആയിരിക്കും ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്, പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും പരീക്ഷാ സൗകര്യം ഒരുക്കും. അതായത് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും, പ്രിലിംസ് പാസ്സാവുന്ന എല്ലാവർക്കും മെയിൻ പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കും. ഈ മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ നൽകേണ്ടതില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ മുഖ്യ പരീക്ഷ എഴുതുമെന്ന് ഉറപ്പ് നൽകേണ്ടത് ഇല്ല. LDCയും LGSും ആണ് കുറച്ച് നീട്ടിവെച്ചിരിക്കുന്ന പരീക്ഷകൾ. അപ്പം LDC നവംബർ 20-നും LGS നവംബർ 27-ലേക്കുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റ് തസ്തികളുടെ മുഖ്യ പരീക്ഷ ഡിസംബർ 1 മുതൽ 11 വരെ ഓൾറെഡി നിശ്ചയിച്ചിരുന്നതാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോ ഇതെന്ന് പറയേണ്ട കാര്യം, ഫെബ്രുവരി 20, 25, മാർച്ച് 6, 13 തീയതികളിലായിട്ട്, കൂടാതെ ജൂലൈ 3-ന് ഈ 5 ഘട്ടങ്ങളിലായിട്ട് നടന്ന 10ാം തല തസ്തികകളുടെ പ്രാഥമിക പരീക്ഷ മൂല്യനിർണയം അവർ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ വരും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ സാഹചര്യങ്ങൾ കൊണ്ട്, അതായത് ഞാനിപ്പോ പറഞ്ഞ ഈ മാർക്ക് സമീകരണം, അതുപോലെ തന്നെ ഓരോ പ്രത്യേക ജില്ലകൾക്ക് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്നതും പിന്നെ സംഭരണക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതും എല്ലാം ഇങ്ങനെ കുറെ കടമ്പകൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും താമസിച്ച് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ നടന്ന പരീക്ഷ നവംബർ മാസത്തിലാണ് ഇനി മെയിൻ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് കൺഫർമേഷൻ നൽകേണ്ടി വരുമോ? ഇല്ല എന്നാണ് ഇതുവരെ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. മുഖ്യ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകേണ്ടത് ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും ചോദിക്കുന്നതായിരുന്നു, നിങ്ങൾ റിസൾട്ട് എന്ന് വരും. ഇപ്പം ഏകദേശം ഒരു ധാരണ സെപ്റ്റംബർ അവസാനമോ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യമോ ആയിരിക്കും റിസൾട്ട് വരുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ തയ്യാറെടുത്തോളാം. ഒരു 3 മാസം ഏകദേശം നമുക്ക് ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ തയ്യാറെടുത്തോളാം. കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുക. 20 മാർക്കിനുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അത്രത്തോളം തന്നെ മന്ത് വൈസ് തന്നെ കറണ്ട് അഫയേഴ്സ് പ്രാധാന്യം കൊടുത്ത് 2019 പ്രധാനപ്പെട്ടവയും 2020 മന്ത് വൈസ്, അതായത് ജനുവരി തൊട്ട് ഡിസംബർ വരെയും പിന്നെ 2021 ജൂലൈ വരെ എങ്കിലും നിങ്ങൾ മിനിമം കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്, ടോപ്പ് ദ ലേണിംഗ് ആപ്പ്. അപ്പോൾ ഈ ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് LDC മെയിൻസിനും LGS മെയിൻസിനും ഡിഗ്രി ലെവൽ പ്രിലിംസിനും അതുപോലെ +2 മെയിൻസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 7 ദിവസം ഫുൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് വീഡിയോ ക്ലാസ്സസ് കാണാൻ വേണ്ടി സാധിക്കും. ഫ്രീ ആയിട്ട് തന്നെയാണ് 7 ദിവസം നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഫുൾ സിലബസ് കവർ ചെയ്ത് അതിനകത്ത് വീഡിയോ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലൈവ് ചലഞ്ചസിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റും. അതായത് സ്റ്റാർ വാർ എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ആ സമയത്തുള്ള ഉദ്യോഗാർത്ഥികളുമായിട്ട് ചലഞ്ചസിൽ ഏർപ്പെട്ട് നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാനും അത് ഉയർത്താനും സാധിക്കും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ 10th ലെവൽ പ്രിലിംസിന്റെ റിസൾട്ടിന്റെ കാര്യം
ചോദിക്കുന്നവർക്ക് ഏകദേശം ഒരു തീരുമാനം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഇനി റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കേണ്ട. റിസൾട്ട് എന്തായാലും നിങ്ങൾ എന്തായാലും ഒരു 40 മാർക്ക് എബോവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അത് മനസ്സിൽ വെച്ച് തന്നെ, അല്ലാതെ ഞാൻ വരത്തില്ല ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചോളാം. നിങ്ങൾ എന്തായാലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടും. മുഖ്യ പരീക്ഷ എഴുതാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.